വിശുദ്ധ ഖുർആനും ആ പേര് എടുത്തു പറയുന്നുണ്ട്. ബദറിൽ വെച്ച് നിങ്ങളെ അള്ളാഹു സഹായിച്ചത് നിങ്ങളെപ്പോഴും അനുസ്മരിക്കണം. വലഖദ് നസറക്കുമുല്ലാഹു ബിബദ്രിൻ വഅൻതും അദില്ല. ശത്രുക്കളാൽ ചോദ്യം ചെയ്യപ്പെടുന്ന നിസ്സഹായതാവസ്ഥയിൽ വിഷമിക്കുന്ന അവസ്ഥയിലായിരുന്നു നിങ്ങളുണ്ടായിരുന്നത്. അന്ന് മുതൽ തല ഉയർത്തി നിൽക്കാനുള്ള ഒരവസരം അള്ളാഹു നിങ്ങൾക്ക് ബദറിൽ വെച്ച് അവൻ്റെ സഹായം കൊണ്ട് നിങ്ങൾക്ക് നൽകുകയുണ്ടായി എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എന്നാൽ ആധ്യാത്മികമായി തിരുനബിയായിരുന്നു ബദർ യുദ്ധത്തിലെ ഹീറോ. തിരുനബിക്ക് വേണ്ടിയുള്ള സഹായമായിരുന്നു അല്ലാഹു തആല ബദറിൽ മലായിക്കത്തുമാരെ അവതരിപ്പിച്ചുകൊണ്ട് ചെയ്തത്. ആ വിജയവും പോരാട്ടത്തിൻ്റെ ഓരോ സന്തോഷങ്ങളും തിരുനബിയെ കൊണ്ടുണ്ടായതാണ്. അങ്ങനെ വരുമ്പോൾ ആത്മീയമായ ഒരു വ്യാഖ്യാനം പരിശുദ്ധ ഖുർആനിലെ ഈ ഭാഗം മഹാന്മാരിൽ ചിലർ പാരായണം ചെയ്തപ്പോൾ സ്വാഭാവികമായും അർത്ഥവിസ്മയത്തിൻ്റെ വിശാലത കണ്ട് വിഭ്രമിച്ചിട്ടുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? വലഖദ് നസറക്കുമുല്ലാഹ്, സത്യവിശ്വാസികളുടെ സമൂഹമേ, നിശ്ചയമായും അള്ളാഹു നിങ്ങളെ സഹായിക്കുകയുണ്ടായി. ബിബദ്രിൻ, ബദറായ സയ്യിദുന റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയെ കൊണ്ട്. ബദറാണ് റസൂലുള്ളാഹി വസിറാജം മുനീറ എന്ന് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. സഹാബിമാരെല്ലാവരും പൂർണ്ണ അമ്പിളിയോട് ഉപമിച്ചുകൊണ്ട് അൽ ബദർ എന്ന് റസൂലുള്ളാഹിയെ കുറിച്ച് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. തലഅൽ ബദ്റു അലൈന മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്രു അലൈന മാ ദആ ലില്ലാഹി ദാഇ. അൽ ബദർ എന്നാണ് മദീന നിവാസികൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹിജ്റ വേളയിൽ സ്വാഗതം ചെയ്തുകൊണ്ട് പാട്ടുപാടിയത്. എങ്കിൽ തിരുനബിയുടെ ഓമനപ്പേരിൽ ഒന്നാണ് ബദർ എന്നത്. അങ്ങനെ വരുമ്പോൾ വലഖദ് നസറക്കുമുല്ലാഹു ബിബദ്രിൻ, സത്യവിശ്വാസികളെ ബദറിനെ കൊണ്ട്, ഹബീബായ റസൂലുള്ളാഹി എന്ന പൂർണ്ണ അമ്പിളിയെ കൊണ്ട് നിങ്ങളെ അള്ളാഹു സഹായിച്ചിരിക്കുന്നു. വഅൻതും അദില്ല, എല്ലാ അർത്ഥത്തിലും നിങ്ങൾ നിസ്സഹായരായിരുന്നിടത്ത് നിന്ന് വിമോചനത്തിൻ്റെ, വിജയത്തിൻ്റെ, ശക്തിയുടെ എല്ലാവിധ ഔന്നിത്യത്തിലേക്കും നിങ്ങൾ ഉയർന്നു വന്നത് ബദറായ റസൂലുള്ളാഹിയെ കൊണ്ടാണ്. അതേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ തുടങ്ങി വിശുദ്ധ ഖുർആൻ ബന്ധപ്പെട്ട് ബദറുമായി വന്ന അത്ഭുതങ്ങൾ